ഹായ്, ഞാൻ ഡോക്ടർ റാണി മുംതാസ്. ഇന്ന് പെൺകുട്ടികളിലും യുവതികളിലും കൂടുതലായി കാണുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം അല്ലെങ്കിൽ PCOSനെ കുറിച്ച് പറയാം. PCOS എന്നത് ശരീരത്തിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലമാണ് ഉണ്ടാകുന്നത്. ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് സാധാരണയായിട്ട് കഫദോഷം കൂടുകയും അഗ്നി അല്ലെങ്കിൽ ദഹനശക്തി ദുഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് കാരണം ഇറഗുലറായിട്ടുള്ള പീരീഡ്സ്, ഭാരം കൂടുക, മുഖത്ത് പിമ്പിൾസ്, അനാവശ്യ രോമ വളർച്ച, ഗർഭധാരണത്തിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ വരാം. ഇന്നത്തെ ജീവിതശൈലി തന്നെയാണ് PCOS വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അധികം സ്ട്രെസ്സ്, അതുപോലെ അധികമായി ജങ്ക് ഫുഡുകൾ കഴിക്കുക, വൈകുന്നേരങ്ങളിലുള്ള ഉറക്കം, നീണ്ടു നിൽക്കുന്ന ഇരിപ്പ് ശീലം, ഇതെല്ലാം കൂടി ശരീരത്തിൻ്റെ സ്വാഭാവികമായ റിതം തകർക്കും. ആയുർവേദത്തിൽ പറയുന്നത് ജീവിതം അസന്തുലിതമാകുമ്പോഴാണ് രോഗം തുടങ്ങുന്നതെന്നാണ്. PCOS നിയന്ത്രിക്കാനായി ആയുർവേദം 3 പ്രധാന മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്: ആഹാരം, വിഹാരം, ഔഷധം. ഇതിൽ ആഹാരത്തിൽ വരുന്നത് ലഘുവായ ഭക്ഷണം, പച്ചക്കറികളും പഴങ്ങളും കൂടുതലുള്ള ഭക്ഷണം, ചൂടുവെള്ളം. അതുപോലെ വിഹാരത്തിൽ വരുന്നത് സമയം പാലിച്ചുള്ള ഉറക്കം, ദിവസേന യോഗ, പ്രാണായാമം, പകലുറങ്ങാതിരിക്കുക, ഇതെല്ലാമാണ്. ഔഷധത്തിൽ അംഗീകൃതനായൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യാം. അതുപോലെ ദിവസേന ശ്രദ്ധിക്കാവുന്ന ചില ശീലങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടൻ ചൂടുവെള്ളത്തിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കാം. ദിവസവും 30 മിനിറ്റ് നടക്കാം, അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യാം. മെഡിറ്റേഷൻസ് വളരെ യൂസ്ഫുള്ളാണ്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓർക്കുക, PCOS മരുന്നുകളിലൂടെ മാത്രം മാറ്റാനാകില്ല. ഭക്ഷണത്തിൽ, ജീവിതശൈലിയിൽ, മനസ്സിൽ എല്ലായിടത്തും ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് പ്രധാനമാണ്. ആയുർവേദം ശരീരത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സൗമ്യമായ സ്വാഭാവിക മാർഗങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ലക്ഷണങ്ങളുണ്ടെങ്കിൽ യോഗ്യനായ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. താങ്ക് യു.